ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ചപ്പാത്തിക്കും പൂരിക്കും എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. 100% ഗ്യാരണ്ടി. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു കറിയാണ് ഇത്. കടലയും പട്ടാണിയും തലേ ദിവസം കുതിർത്തി വെച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ, ഓയിൽ ഏതാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വേപ്പില, നല്ല വലിപ്പത്തിലുള്ള പഴുത്ത ഒരു തക്കാളി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. തക്കാളി സോഫ്റ്റ് ആകുമ്പോഴേക്കും ഒരു അരപ്പ് റെഡിയാക്കാം. 3 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കാഷ്യൂ, 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി. പച്ചമുളക് ചേർത്തിട്ട് എരിവനുസരിച്ച് പൊടികൾ ചേർത്തോളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. തൈരിൽ തന്നെ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അരപ്പ് ചേർത്തിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചു വിട്ടാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ കടലയും പട്ടാണിയും ചേർക്കാം. ഈ കറിക്ക് ഈ കടലയും പട്ടാണിയും തന്നെ വേണമെന്നില്ല. സോയ ചേർക്കാം, ഉരുളക്കിഴങ്ങ് ചേർക്കാം, കറുത്ത കടല ചേർക്കാം, നിങ്ങൾക്ക് ഏതാണോ പനീർ ചേർക്കാം. ഏതാണോ ഇഷ്ടം അതനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് 5 മിനിറ്റും കൂടി നമുക്ക് തിളപ്പിക്കാം. ഉപ്പ് ചേർക്കണ്ട, നല്ലോണം ഒന്ന് തിളക്കട്ടെ. കടലയിലും പട്ടാണിയിലും ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചേക്കണേ. തിളച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. 5 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. സവോള ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റിലും താഴെ ഒന്ന് തിളച്ചോട്ടെ. 1 മിനിറ്റിലും താഴെ നല്ലോണം തിളപ്പിച്ചെടുത്തുവിട്ടാൽ സവോള ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർക്കാം. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഏതാണോ ഇഷ്ടം അത് ചെയ്തോളൂ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മല്ലിയില ചേർത്ത് ഫ്ലെയിം ഓഫാക്കാം. ഞാൻ ഗരം മസാല ചേർത്തില്ലേ, ആ സമയത്ത് ഉപ്പ് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്തോളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. പൂരിക്കും ചപ്പാത്തിക്കും അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും. 100% ഗ്യാരണ്ടി. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു കറിയാണ് ഇത്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.